ഡിവൈഎഫ്ഐ സർക്കാർ ആശുപത്രികളിൽ നൽകുന്ന പൊതിച്ചോറ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി അത് ഇനി അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. പകരം സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചൺ നൽകി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. അതൊരു നല്ല കാര്യമല്ലേ ചേച്ചി? സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കും. ഡിവൈഎഫ്ഐ ഒറ്റ ദിവസം കൊണ്ട് ആരംഭിച്ച പദ്ധതിയല്ലിത്. പദ്ധതി എന്നൊക്കെ വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. ഇത് നാട്ടുകാരുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടല്ലേ ഈ പൊതിച്ചോറ് കൊടുക്കുന്നത്, അല്ലാതെ സ്വന്തം ഉണ്ടാക്കി കൊടുക്കുന്നല്ലോ. ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്ന സമയത്ത് എന്നിട്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഭക്ഷണ പൊതിയാണ്, ഏറ്റവും സൂക്ഷ്മതയോടുകൂടി വേണം നമ്മളത് വിതരണം ചെയ്യാൻ. ഓരോ വീടുകളിലും ചെന്ന് ചോദിക്കണം. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഓരോ വീടുകളിൽ നിന്നും അത് കളക്ട് ചെയ്ത് ശേഖരിച്ചൊരു വാഹനത്തിനകത്ത് കയറ്റി ആശുപത്രിയിലേക്ക് കൃത്യസമയത്ത് എത്തിക്കണം. പെട്ടെന്നൊരു ദിവസം രൂപപ്പെട്ടു വന്ന പദ്ധതിയല്ല, എത്രയോ നാളത്തെ ചിന്തയുടെയും ആലോചനയുടെയും ചേച്ചിയുടെ പേരാണോ? സംഘടനാ പ്രവർത്തനത്തിന്റെയും താഴെ തട്ടിൽ നടന്ന സംഘടനാ വർക്കിന്റെയും ഭാഗമായി രൂപപ്പെട്ടു വന്ന പദ്ധതിയാണ് ഹൃദയപൂർവ്വം. ഇവിടെ നാട്ടുകാരെല്ലാരും കൂടെ കൂടി പൊതിച്ചോറ് ഉണ്ടാക്കി തരും, പക്ഷേ അതിന്റെ ക്രെഡിറ്റ് മൊത്തം കൊടുക്കുന്നത് നിങ്ങളും. കഷ്ടം തന്നെ. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.